യുവതി യുവാക്കളെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ് കേരള സർക്കാരിനോ അതേപോലെ തന്നെ PSC അതോറിറ്റിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കിലെത്തി അഥവാ ഏതെങ്കിലും ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയാലും ജോലി കിട്ടുന്നില്ല. ആ ജോലി പിൻവാതിലിലൂടെ ബന്ധുക്കൾക്കും അതേപോലെ തന്നെ ലക്ഷങ്ങളും കോടികളും വാങ്ങി പിണറായി സർക്കാർ മറ്റുള്ളവർക്ക് മറച്ചു കൊടുത്ത് ഈ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് എക്സാമിന് വരുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെയാണ് ഈ കേരള സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. PSC നിയമനങ്ങൾ നടപ്പിലാക്കാത്തതിലും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന PSC നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച കോഴിക്കോട് PSC ജില്ലാ കാര്യാലയത്തെ ഉപരോധിക്കുകയായിരുന്നു. ഇന്ന് യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ PSCയുടെ ഉദ്യോഗാർത്ഥി വഞ്ചനാ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഉപരോധം സംഘടിപ്പിച്ചത്. നമ്മളോടൊപ്പം ഉള്ളത് യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റാണ്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം യുവതി യുവാക്കളെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ് കേരള സർക്കാരിനോ അതേപോലെ തന്നെ PSC അതോറിറ്റിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 1ഉം 2ഉം റാങ്കിലെത്തുന്ന അതേപോലെ 10, 20 റാങ്കിലെത്തുന്ന യുവതി യുവാക്കൾ റാങ്ക് നേടി കഷ്ടപ്പെട്ട് പഠിച്ച് കോച്ചിങ്ങിൽ മറ്റു പോയി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കിലെത്തി അഥവാ ഏതെങ്കിലും ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയാലും ജോലി കിട്ടുന്നില്ല. 2 വർഷമായി 3 വർഷമായി ലിസ്റ്റിലുണ്ടെങ്കിലും കൂടി അവർക്ക് ജോലി കിട്ടുന്നില്ല. ആ ജോലി പിൻവാതിലിലൂടെ ബന്ധുക്കൾക്കും അതേപോലെ തന്നെ ലക്ഷങ്ങളും കോടികളും വാങ്ങി പിണറായി സർക്കാർ മറ്റുള്ളവർക്ക് മറച്ചു കൊടുത്ത് ഈ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഉപരോധം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് വെറും ഒരു സൂചനയാണ്. ഇത് സംബന്ധിച്ചിടത്തോളം വെറും ഒരു യുവമോർച്ച പ്രവർത്തകന്റെ അല്ലെങ്കിൽ BJP പ്രവർത്തകന്റെ ഒരു ആവശ്യമല്ല. കേരളത്തിലെ മൊത്തം യുവതി യുവാക്കളുടെ ഒരു വിഷയമാണ്. അത് യുവമോർച്ച കോഴിക്കോട് ഞങ്ങൾ സിറ്റി ജില്ല ഏറ്റെടുത്തൊരു വിഷയമാണ്. ഇത് പിൻവാതിൽ നിയമനം ഒരു കാരണവശാലും കേരളത്തിലും കോഴിക്കോടും നടപ്പിലാക്കാൻ യുവമോർച്ച സമ്മതിക്കില്ല എന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇതൊരു സൂചന എന്ന രീതിയിലാണ് ഞങ്ങൾ ഒരു 20ഓളം പ്രവർത്തകർ ഇന്ന് സിവിൽ സ്റ്റേഷനിലുള്ള PSC ജില്ലാ കാര്യാലയം ഉപരോധിച്ചത്. വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ മൊത്തം യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് യുവമോർച്ച സംഘടിപ്പിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കണ്ടു, 1ാം റാങ്ക് 2ാം റാങ്ക് കിട്ടിയവർ പോലും വർഷങ്ങളായിട്ട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. എന്നാൽ അതേസമയം പിണറായി സർക്കാർ പറയുന്നത് ഏറ്റവും അധികം PSC നിയമനങ്ങൾ അവരാണ് നടപ്പിലാക്കുന്നതാണ്. ഇതിലൊരു പൊരുത്തക്കേട്. ഞങ്ങൾ ഇന്ന് അവിടെ പോകാനുണ്ടായ കാരണം തെളിവ് സഹിതമാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. കാരണം ഞങ്ങളെ ഫോണിലും അല്ല നേരിട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 2 വർഷമായി ഒരു 23ാം റാങ്കുകാരി കോഴിക്കോട് സ്വദേശിയാണ് 2 വർഷമായി ജോലിക്ക് അപ്ലൈ ചെയ്ത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ജോലി കയറാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സമയത്ത് അവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് തസ്തിക ഒഴിവില്ല, അവിടെ ആളുണ്ട്, അത് ഒഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് ഇവർ പരീക്ഷ നടത്തുന്നത്? ഏതൊക്കെയോ ജില്ലയിൽ നിന്ന് പോലും കോഴിക്കോടും ബേപ്പൂരും ഉള്ള പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ ഈ എക്സാമിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് എക്സാമിന് വരുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെയാണ് ഈ കേരള സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബാക്കിൽ വലിയൊരു റാക്കറ്റ് ഉണ്ടെന്നാണ് യുവമോർച്ച ഈ അവസരത്തിൽ ആരോപിക്കുന്നത്. കാരണം കോടികൾ വാങ്ങിയിട്ടാണ് ഓരോ നിയമനവും പിൻവാതിലിലൂടെ കേരള സർക്കാർ അതേപോലെ പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കുകയുമില്ല. അറ്റം വരെയും യുവമോർച്ച പ്രവർത്തകർ പോകാൻ തയ്യാറാണ്. കാരണം ഇത് കേരളത്തിൽ ഓരോ യുവതി യുവാവിൻ്റെയും ആവശ്യമാണ്. അത് ഏത് കാരണവശാലും ഞങ്ങൾ തടയും. പിൻവാതിൽ നിയമനം അതേപോലെ ബന്ധു നിയമനം ഞങ്ങൾ തടയും. അത് ഏതറ്റം വരെ പോകാനും യുവമോർച്ച തയ്യാറാണ്.